അപ്പോൾ നമ്മൾ 64ാമത് സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. പൂരത്തിന്റെ ആവേശമാണ് അല്ലേ? അതെ. നമ്മൾ ഒരുപാട് കലാപ്രതിഭകളാണ് കേട്ടോ നമ്മൾ തൃശ്ശൂരിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ഇപ്പൊ ഡോൺ ബോസ്കോ ഇരിഞ്ഞാലക്കുട സ്കൂളിലെ കുട്ടികളുണ്ട്. ഈ സ്കൂളിലെ കുട്ടികൾ ഒരു പ്രത്യേകത എന്താ അറിയോ? എല്ലാരും നീല ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതാണോ? ചളിയാണ് കേട്ടോ. HSഉം HSSഉം എ ഗ്രേഡ് അല്ലേ? സംഘഗാനം, ദേശഭക്തി ഗാനം അല്ലെ? അപ്പൊ നമുക്ക് അവരുടെ പാട്ടും വിശേഷങ്ങളും കൂടി ഒന്ന് കേട്ടാലോ? അതെ, അറിയാം. അപ്പൊ നമുക്ക് ആദ്യം വിശേഷങ്ങളിലേക്ക് കടക്കാം. ഏതാണ് നിങ്ങളുടെ ആ ഒരു ഐറ്റം? ഗ്രൂപ്പ് സോങ്. HSSകാർ ഗ്രൂപ്പ് സോങ്, HSകാർ ദേശഭക്തി ഗാനം. അല്ല, 3ാം പ്രാവശ്യം ഹാട്രിക്. എ ഗ്രേഡ്. എല്ലാവർക്കും എ ഗ്രേഡ് ആണ്. നമുക്ക് എന്തായാലും പാട്ടുകൾ കേൾക്കാം അല്ലേ? ആദ്യം നമുക്ക് HSS തുടങ്ങാം അല്ലേ? ഓക്കെ. റും ചച്ചാരരച്ചച്ചാ റും ചച്ചാരരച്ചച്ചാ റും ചച്ചാരരച്ചച്ചാ ആ റും ചച്ചാരരച്ചച്ചാ റും ചച്ചാരരച്ചച്ചാ റും ചച്ചാരരച്ചച്ചാ ആ വെൺമേഘം കുളിരേകി മണ്ണിൽ വന്നിടും മതിലേ കല്ലാസി നടനമാടുമേ താരാഗണങ്ങൾ കാതുകളിൽ ഈണം പകരും കാർമുകിലേൻ നാദസ്വരമ മുഴമുകിലായി മണ്ണിലിറങ്ങും വയലേലക പൊന്നണയും നിറവായിനി പാടാം ജനമനസേന്റെ ഒരീണം ഈണം. അടിപൊളി. സാറാണോ നിങ്ങളുടെ ഈ നട്ടല് രണ്ടുപേരുടെയും? സാറാണ്. സാറിനെന്താണ് പറയാനുള്ളത്? കുട്ടികൾക്ക് അതെ, ഞാൻ പഠിച്ച സ്കൂളിലെ കുട്ടികളെ കൊണ്ട് ഞാൻ ചെയ്ത ഒരു ഗാനം എൻ്റെ നാട്ടിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഗ്രേഡ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. അതാണ്. HSകാരിലേക്ക് കടന്നാലോ? നിനമുദീർത്തൊരു കഥ ഭാരതാംബതൻ നെഞ്ചം മുരുകിയലയുമൊരോർമ്മ വന്യമാം വൈകൃതം നിറയൊഴിച്ചൊരു നാൾ കണ്ണുനീരു നെഞ്ചിലേറ്റി വീറുവാണ മണ്ണിലിന്നു നാം ഭഗത് സിംഗിന്റെ ചന്ദ്രബോസിന്റെ ഉയിരുറയണ തരുണ രുതിര തീരം കാക്കും വീരം ഭാരത ജനനി തൻ പാത ഭേദമില്ല. സാറിനുള്ളിലെ ഉറങ്ങിക്കിടന്ന സിംഹം അങ്ങ് ഉണർന്നു കേട്ടോ. ഏതായാലും സാറിനൊരു വലിയ കൈയ്യടി കൊടുക്കണം കേട്ടോ. കാരണം പഠിച്ച സ്കൂളില് ആ കുട്ടികളെ പഠിപ്പിക്കുകയാണ് പുള്ളി. അതിന്റെ ഒരു മൊമെന്റ് എന്തായിരുന്നു ആലോചിച്ചോക്കല്ലേ? അതൊരു ഭയങ്കര പ്രത്യേക ഫീലാണ്. അത് ഞാൻ പഠിച്ച സമയത്തൊന്നും എനിക്ക് സംസ്ഥാനത്ത് ഈ ഐറ്റങ്ങളിലൊന്നും വന്ന് എ ഗ്രേഡ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു 10-12 വർഷമായി ഒരു 100-ൽ പരം കുട്ടികളെ എനിക്ക് സംസ്ഥാന തലങ്ങളിൽ എ ഗ്രേഡ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാളെ മറ്റന്നാൾ ഇവരുടെ സംഘഗാനം ഉണ്ട്. അതിന്റെ പിറ്റേ ദിവസം നമ്മുടെ വൃന്ദവാദി ഉണ്ട്, HSS. അതിന്റെ അപ്പുറത്ത് വൃന്ദവാദി HSS ഉണ്ട്. എല്ലാം എല്ലാരും കളർഫുൾ ആയിട്ട് അങ്ങനെ നിൽക്കാണ്. എവിടെന്നാ വരുന്നേ എല്ലാരും? കോട്ടയം. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആണല്ലോ. എന്തായിരുന്നു ഡാൻസിന്റെ തീമൊക്കെ എന്തായിരുന്നു? ഹിരാമണ്ടി എന്നാണ് തീമിന്റെ പേര്. ഹിരാമണ്ടി എന്ന് പറഞ്ഞാല്? ഹിരാമണ്ടി എന്ന് പറഞ്ഞാൽ പഴയ ഇന്ത്യ വിഭജിക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം ഹിരാമണ്ടിയിലെ ഒരു കൂട്ടം തവായിഫുകളെ ബേസ് ചെയ്തുള്ള കഥയാണിത്. അപ്പം സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി തവായിഫുകളും നമ്മുടെ ചരിത്രത്തിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ തവായിഫുകൾ എന്ന് പറഞ്ഞാൽ വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകൾ എന്നാണ് മെയിൻലി. അപ്പം ചരിത്രത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ പേരുകൾ എഴുതപ്പെട്ടിട്ടില്ല. അപ്പം അങ്ങനത്തെ സ്ത്രീകളാണെങ്കിലും അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അവർക്കും ചരിത്രത്തിൽ ഒരു പങ്ക് വേണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ് ഹിരാമണ്ടി. പേരെന്താ? വൈഷ്ണവി. വയസ്സ്? 15. ഞാൻ ആലോചിക്കായിരുന്നു ഭാവന, ഈ 15 വയസ്സിൽ പ്രഷർ കേൾക്കണം കേട്ടോ. ഇത്രയും ക്ലാരിറ്റിയോടെ സംസാരിക്കുന്ന ഒരു കുട്ടിയല്ലേ? ഹീരാമന്തി എന്ന് പറയുന്നത് ഒരു സീരിയസ് കൂടിയായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. അതും ആലോചിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ എങ്ങനെയാണ്, നിങ്ങളുടെ എ ഗ്രേഡ് ആണോ? റിസൾട്ട് അറിയുന്നതേ ഉള്ളൂ. റിസൾട്ട് കാത്തിരിക്കുകയാണ്. അതിന്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല. കുട്ടികൾ കൂളാണ്. വെങ്കി അപ്പോൾ എന്തായാലും കുട്ടികൾ സംഘനൃത്തമൊക്കെ കളിച്ച് വളരെ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും? കുഴപ്പമില്ല. അല്ല, ഇന്നിവിടെ സ്റ്റേ ആണോ അതോ പോയി വരും? എന്താണ് ഇന്നിവിടെ സ്റ്റേ?
അപ്പോൾ തൃശ്ശൂരൊക്കെ ഒന്ന് കറങ്ങി പൊളിച്ചിട്ടൊക്കെ പോവല്ലേ? ആ. അതുപോലെ നല്ല പൊളിറ്റിക്കലായിട്ടുള്ള നല്ല സാമൂഹ്യബോധമൊക്കെ ഉള്ള ഒരുപാട് കുട്ടികളാണ് നമ്മുടെ കലോത്സവത്തിനൊക്കെ വരുന്നത്. നമ്മുടെ സംസ്ഥാനത്തും അത്തരത്തിലുള്ള കുട്ടികളാണ് ഉള്ളതെന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കല കലക്കൻ പൂരത്തിൽ തുടരും. തുടരും. അപ്പോൾ കാണാം.